ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ അക്വേറിയൊക്കെ മേടിച്ച് സെറ്റ് ചെയ്യാറുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതുപോലത്തെ കളറുകളിൽ അക്വേറിയം സ്റ്റോണൊക്കെ നമ്മൾ ഇടാറുണ്ടാവും. അത് നമ്മൾ ആ ഷോപ്പിൽ നിന്ന് തന്നെയായിരിക്കും മിക്കവാറും വാങ്ങുന്നത്. അവിടെ നമ്മൾ ഷോപ്പിലൊക്കെ വിലയൊക്കെ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 60 രൂപ മുതൽ 120 രൂപ വരെ 1 കിലോയ്ക്ക് ചിലവാകുന്നുണ്ട്. അത് നമ്മുടെ വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അതെങ്ങനെ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ അക്വേറിയം കല്ല് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് കല്ല് വേണം. കല്ലെന്ന് പറയുമ്പോൾ കുറച്ച് ഷേപ്പുള്ള ചെറിയ കല്ലുകൾ നമുക്ക് കുറച്ച് അധികം കളക്ട് ചെയ്യണം. അതിനിപ്പോൾ സിമ്പിളായിട്ടുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പുഴയിലോ അല്ലെങ്കിൽ തോട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് ഒഴുകി സൈഡൊക്കെ ചെറുതായിട്ട് പൊടിഞ്ഞ് ഒരു ഷേപ്പിലെത്തിയിട്ടുള്ള കല്ലുകൾ നമുക്ക് പുഴയിലോ തോട്ടിലൊക്കെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് പെറുക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പുഴ വരെ ഒന്ന് പോയി നോക്കാം. നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കുറേ എണ്ണം കളക്ട് ചെയ്തിട്ട് വരാം. അപ്പം അവിടെ നിന്ന് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ പുഴയിലെത്തിയിട്ടുണ്ട്. ഈ സൈഡിൽ നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് കല്ലുകളുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട കല്ല് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഷേപ്പുള്ള കല്ലുകളൊക്കെ കുറേ എണ്ണം കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പെറുക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ കല്ലുകളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട ഒരു അളവിലുള്ള ഒരു വലുപ്പത്തിനുള്ള ഒരു കല്ല് നമുക്ക് സെലക്ട് ചെയ്ത് ആദ്യം ഒരെണ്ണം എടുക്കാം. അപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു ഷേപ്പിലുള്ള ഒരു കല്ല് നോക്കിയതാ ഇതുപോലെ ഒരെണ്ണം നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മോഡലിലുള്ള ഒരു വലുപ്പമുള്ള കല്ലുകൾ തന്നെ നമുക്ക് കുറേ അധികം നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കുന്നുണ്ടോ അതനുസരിച്ച് കുറേ എണ്ണം കളക്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അധികം ഓവർ വലിയ വലിപ്പമുള്ള കല്ലുകളൊന്നും സെലക്ട് ചെയ്യാതിരിക്കുക. ഏകദേശം ഒരു ചെറിയൊരു വലിപ്പമുള്ള കല്ലുകൾ തന്നെ നോക്കിയെടുക്കുമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇതുപോലെ ചിലതൊക്കെ വെള്ളത്തിനുള്ളിലും ഉണ്ടാകും കുറേ കല്ലുകൾ. അത് ചിലതൊക്കെ ചെറിയ കറുപ്പൊക്കെ ഉണ്ടാവും. അത് ഈ പായലൊക്കെ പിടിച്ച് ചെറുതായിട്ട് കറുത്തതാണ്. അതൊന്നൊരു വിഷയമില്ല. നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ചെറിയൊരു കറുപ്പുണ്ടെങ്കിലൊന്നും ഒരു വിഷയമില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കിട്ടാവുന്ന മാക്സിമം കല്ലുകൾ തന്നെ നമ്മൾ ഇവിടുന്ന് പിറക്കി ഒരു കവറിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എത്ര വേണോ അതനുസരിച്ച് നമ്മൾ മാക്സിമം പറക്കിയെടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് നേരമായി പറക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം കുറച്ച് കല്ലുകളൊക്കെ നമ്മൾ പറക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇനി നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറേ കല്ലുകൾ പറക്കി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരേ വലിപ്പമുള്ള കല്ലുകളാണ് നമ്മൾ പറക്കി റെഡിയാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇതുകൊണ്ട് വീട്ടിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കൊണ്ടുവന്ന കല്ലൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിനുവേണ്ടി ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കല്ലെല്ലാം ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയെടുക്കണം. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഉരച്ച് കഴുകുവാണെങ്കിൽ നന്നായിട്ട് ആ ചെളിയൊക്കെ ഒന്ന് പോയി നല്ല സെറ്റപ്പായി കിട്ടും. ഓക്കെ, ഇപ്പോൾ ആ ചെളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇളകി സെറ്റായിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ ഇനി ഒന്ന് മാറ്റി ആ കല്ല് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ചാക്കിലേക്ക് വെച്ചിട്ട് വെയിലത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ഉണക്കിയിട്ട് അത് നമ്മൾ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് മൊത്തം കല്ല് നമ്മൾ 4 പാർട്ടാക്കി ഇതുപോലെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ 4 കളേഴ്സാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ 4 കഷ്ണങ്ങളായിട്ട് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലത്തെ 2 പലക കഷ്ണം ഇതുപോലെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ 4 റബ്ബറിനൊക്കെ യൂസ് ചെയ്യുന്ന കൂട്ട് ചിരട്ടയാണ്. ഇതുകൂട്ട് നമ്മൾ 4 ഇതുപോലെ വെച്ചിട്ടുണ്ട്. 4 നമ്മൾ 4 കളേഴ്സാണ് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഓരോ പാട്ട് കല്ലുകളും ഓരോ ചിരട്ടയിലും നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കുറച്ച് ഫാബ്രിക് പെയിൻ്റാണ്. ഇതിപ്പോൾ 20 രൂപയ്ക്ക് കൊടുത്താൽ നമുക്ക് ഷോപ്പിൽ കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ബ്രഷാണ്. അപ്പോൾ നമുക്ക് ഓരോ കളേഴ്സായിട്ട് ആ കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു പാട്ടിൽ നമ്മളിവിടെ റെഡാണ് ഒഴിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു കുറച്ച് വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ബ്രഷ് കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. അത് കുറച്ച് പാടാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ബ്രഷും കൊണ്ട് ഫില്ലാവാത്ത ഏരിയ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, ഇങ്ങനെ നമ്മൾ എല്ലാ കളേഴ്സും മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഗ്രീൻ്റെ ഒപ്പം കുറച്ച് വൈറ്റും കൂടെ ചേർത്തിട്ടുണ്ട്. കാരണം നമ്മുടെ അടുത്ത് കുറച്ച് പെയിൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് വൈറ്റ് പെയിൻറ്റും കൂടെ ചേർത്താക്കുന്നത്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ആ ഭാഗങ്ങൾ ശരിക്കും ഫില്ലാകാത്ത ഭാഗങ്ങളുണ്ടാവും കല്ലിൻ്റെ. അപ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രമേ നമ്മൾ ഇതുപോലെ ബ്രഷ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ആ ഭാഗങ്ങളും കറക്റ്റായിട്ട് ഫില്ലായി കിട്ടും. അങ്ങനെ നമ്മൾ എല്ലാ കളറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, ഇനി നമ്മൾ റെഡിയാക്കി എടുത്ത കല്ലുകൾ നമ്മളൊരു പ്ലാസ്റ്റിക് ചാക്ക് നല്ല വെയിലടിക്കുന്ന ഏരിയയിൽ വിരിച്ചിടുക. അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ 4 പാട്ടായിട്ട് 4 വസ്തു ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ടച്ചാവാത്ത രീതിയിൽ കുറച്ച് വിട്ട് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ നന്നായിട്ട് ഇത് വെയിലടിച്ചൊന്ന് ഉണങ്ങി കിട്ടണം. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിലൊന്നും അത് ഒട്ടും പറ്റിപ്പിടിക്കുന്നില്ല, നല്ല ക്ലിയർ ആയിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞു. നമ്മുടെ അക്വേറിയം കല്ലുകൾ നമ്മളിതാ ഇതുപോലെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പല കളേഴ്സിൽ ഇതുപോലെ 4 ടൈപ്പ് കളറിലാണ് നമ്മൾ ചെയ്താക്കുന്നത്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഒരു വെറൈറ്റി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തെന്ന് വെച്ചാൽ ഇതുപോലെ അടിപൊളിയായിരിക്കും. ഇതുപോലത്തെ നല്ല മിക്സ്ഡ് കളറൊക്കെ നമ്മുടെ അക്വേറിയത്തിലേക്ക് കിട്ടുന്ന വെച്ചാൽ നല്ല ലുക്കായിരിക്കും. നമ്മൾ കടയിൽ പോയി വില കൊടുത്ത് ഈ കല്ലൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റുകളായി അറിയിക്കാം. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പുതിയൊരു വീഡിയോ നെക്സ്റ്റ് ടൈം കാണാം.